A number consists of two digits. The sum of the digits is 12 and the units digital when divided by the tens digit gives the result as 3. Find the number. അപ്പോൾ ഇവിടെ എ നമ്പർ കൺസിസ്റ്റ് ഓഫ് 2 ഡിജിറ്റ്സ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു നമ്പറിനകത്ത് 2 ഡിജിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സം ഓഫ് ദി ഡിജിറ്റ്സ് ഈസ് 12. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ടും വൈ ആയിട്ടും എടുക്കാം. ഈ ഡിജിറ്റ്സിൻ്റെ സം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 12 ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദ യൂണിറ്റ്സ് ഡിജിറ്റ് വെൻ ഡിവൈഡഡ് ബൈ ദ ടെൻസ് ഡിജിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിറ്റ് ഡിജിറ്റും ടെൻസ് ഡിജിറ്റും എന്തായിട്ടാണ് എടുക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ടെൻസിൻ്റെ പ്ലേസിൽ എടുക്കുന്നത് എക്സ് ആണ്, വൺസിൻ്റെ ഡിജിറ്റിൽ വൈ ആണ് എടുക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ടെൻസ് ഡിജിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് കിട്ടുക? 3 ആണ് കിട്ടുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 12 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നമ്പർ എന്തായിരിക്കണം? ആദ്യം നമ്മുടെ നമ്പർ എന്താണ് എന്ന് നമ്മൾ എഴുതണം. നമ്മുടെ നമ്പർ 2 ഡിജിറ്റ് ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ടെൻസിൻ്റെ ഡിജിറ്റിൻ്റെ പ്ലേസിൽ നമ്മൾ എക്സ് എന്ന് എടുത്തു, വൺസിൻ്റെ ഡിജിറ്റിൽ ഇത് നമ്മൾ വൈ എന്നും എടുത്തു. അപ്പോൾ എക്സ് വൈ എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ കറക്റ്റായിട്ട് കിട്ടില്ല. നമ്മൾ നമ്പേഴ്സ് റിവേഴ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടെൻസിൻ്റെ പ്ലേസിലെ ഡിജിറ്റിനെ നമ്മൾ എന്തുകൊണ്ട് എഴുതും? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 10x പ്ലസ് വൈ ഇങ്ങനെ എക്സ്പാൻഡഡ് ഫോമിലാണ് നമ്മൾ നമ്പർ എഴുതുക. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ അത് എഴുതിക്കണം കേട്ടോ. ലെറ്റ് ദ നമ്പർ ബി, ഫസ്റ്റ് സ്റ്റെപ്പ് അത് എഴുതിക്കണേ. ലെറ്റ് ദ നമ്പർ ബി എന്താണ്? 10x പ്ലസ് വൈ. അടുത്തതാണ് 2 നമ്പേഴ്സിൻ്റെ ഡിജിറ്റ് 12 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 12. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? യൂണിറ്റ് ഡിജിറ്റിനെ ടെൻസ് ഡിജിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ് കിട്ടുക എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമ്പർ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? എക്സും വൈയും കണ്ടുപിടിച്ചിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് നമ്പർ കിട്ടും. അപ്പോൾ ഇനി നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സിനെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 3x എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നെടുക്കാം. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കാം. ഈ ഇക്വേഷൻ നമ്പർ 2വിനെ ഞാൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 2വിനെ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താവും? എക്സ് പ്ലസ് വൈ 3x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വൈയുടെ പ്ലേസിൽ ഞാൻ 3x എന്ന് കൊടുക്കുന്നു. ഇസ് ഈക്വൽ ടു 12. 4x ഈസ് ഈക്വൽ ടു 12. എക്സ് ഈസ് ഈക്വൽ ടു 12/4 ഇസ് ഈക്വൽ ടു 3. അപ്പോൾ എക്സ് നമുക്ക് 3 എന്ന് കിട്ടി. ഇനി നമുക്ക് വൈ കണ്ടുപിടിക്കണം അല്ലേ? വൈ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ വാല്യൂവിനെ 2വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് 3 ഇൻ ഇക്വേഷൻ 2. അപ്പോൾ എന്ത് കിട്ടും? വൈ ഈസ് ഈക്വൽ ടു 3x ആണ്. എക്സിന് ഞാൻ 3 എന്ന് കൊടുക്കുന്നു. ഈസ് ഈക്വൽ ടു 9. So the number is എന്ത് വരും? 10x plus y. 10 into x is 3 plus y. y is 9. 10 into 3 30. 30 plus 9 39. 39 is the number. Next question. Cost of 2 pens and 3 pencils together is ₹40 and cost of 6 pens and 9 pencils together is ₹130. Express above statement in the form of linear equation. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് 1 പെന്ന് എക്സ് ആയിട്ട് എടുക്കണം. കോസ്റ്റ് ഓഫ് 1 പെൻസിൽ ഈസ് വൈ ആയിട്ടും എടുക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് അത് എഴുതാം. ലെറ്റ് ദ കോസ്റ്റ് ഓഫ് 1 pen be ₹x and cost of 1 pencil be ₹y. Then ഇനി നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? 2 പെന്നും 3 പെൻസിലുമാണ്. രണ്ടിനും കൂടെ ചേർത്ത് ₹40 ആണ്. അപ്പോൾ 2 പെന്നിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും? നമ്പർ ഓഫ് പെൻസ് ഇൻറ്റു കോസ്റ്റ് ഓഫ് 1 പെൻ.
അപ്പം നമ്പർ ഓഫ് പെൻ ഈസ് 2, കോസ്റ്റ് ഓഫ് 1 പെൻ ഈസ് 2x പ്ലസ് നമ്പർ ഓഫ് പെൻസിൽ ഈസ് 3, കോസ്റ്റ് ഓഫ് 1 പെൻസിൽ ഈസ് y ഈസ് ഈക്വൽ ടു 40. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലീനിയർ ഇക്വേഷൻ നമുക്ക് കിട്ടി. ആൻഡ് അടുത്തത് 6 പെൻ, അപ്പോൾ എന്ത് വരും? 6x പ്ലസ് 9 പെൻസിൽ 9y ടുഗദർ ഈസ് ₹130. അപ്പോൾ 2 ലീനിയർ ഇക്വേഷൻസും നമുക്ക് കിട്ടി. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.